ഹായ് നമസ്കാരം, ഞാൻ ഷാൻ. നമ്മൾ ഗൂഗിൾ ഫോമിനെ കുറിച്ച് 3 വീഡിയോകൾ ചെയ്തായിരുന്നു. അതിലെ ആദ്യത്തെ വീഡിയോ പാർട്ട് 1 എന്ന് പറയുന്നത് ഗൂഗിൾ ഫോമിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്തവർക്ക് എല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബേസിക് ലെസൺസ് ആയിരുന്നു ഗൂഗിൾ ഫോമിനെ കുറിച്ചുള്ളത്. പാർട്ട് 2 എന്ന് പറയുന്നത് ഗൂഗിൾ ഫോമിൽ ആഡ് ഓൺ സർവീസുകൾ എങ്ങനെ ഉപയോഗിക്കാം, അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെ എക്സാം കണ്ടക്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മളുടെ പാർട്ട് 2. പാർട്ട് 3 എന്ന് പറയുന്നത് ഒരാൾ ഒന്നിലധികം തവണ റെസ്പോൺസുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതായത് ഒരാൾക്ക് ഒറ്റത്തവണ മാത്രം സബ്മിറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേക്ക് നമുക്ക് ഗൂഗിൾ ഫോമിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ലിമിറ്റ് ചെയ്യാം, അതിനുള്ള 5 വഴികളായിരുന്നു നമ്മളുടെ പാർട്ട് 3യിൽ. ഇന്ന് നമ്മൾ ഗൂഗിൾ ഫോമുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്, പാർട്ട് 4. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ ഫോം ഉപയോഗിച്ച് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം. നമ്മളൊരു ക്വിസ് ഷോ നടത്തുന്നു, ഇനി അതല്ല നമ്മളൊരു വെബിനാർ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഒക്കെ കണ്ടക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമുക്ക് ഗൂഗിൾ ഫോം ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യുകയും ഇത് നമുക്ക് ഇമെയിൽ വഴി അയച്ചു കൊടുത്ത് അവർക്കത് പ്രിൻറ്റ് ചെയ്ത് ഒരു സാധാരണ നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമായിരിക്കണം. അതറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഗൂഗിൾ ഫോം പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഇത് രണ്ടും കണ്ടാൽ മാത്രമേ ഈ വീഡിയോ മനസ്സിലാവുകയുള്ളൂ. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടാൽ മതി. അപ്പോൾ ആ പഴയ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. കാണേണ്ടവർക്ക്, ഇതിനെക്കുറിച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ളവർക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഒരു ഗൂഗിൾ ഫോം ഉപയോഗിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന ഈ വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം. ദെൻ ഹിയർ വി ഗോ. സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ SP ജംഗ്ഷനിൽ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ പിന്നെ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിനെ കുറിച്ചും ഗൂഗിൾ ഫോമിൻ്റെ ആഡ് ഓൺ സർവീസിനെ കുറിച്ചും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ച് പോകുന്നത്. ആർക്കെങ്കിലും അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള 2 വീഡിയോകൾ പാർട്ട് 1 ആൻഡ് പാർട്ട് 2ൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോമിൽ ഒരു സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഒന്ന് ഒരു ക്വിസ് അല്ലെങ്കിൽ ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെ മാർക്കിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഇനി അതല്ലെങ്കിൽ ഒരു വെബിനാർ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇത് നമ്മൾ കണ്ടക്ട് ചെയ്തതിന് ശേഷം അതിലൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതിനുള്ള ഒരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇങ്ങനെ 2 സാഹചര്യത്തിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഒരു വെബിനാറിലൊക്കെ പങ്കെടുത്തതിൻ്റെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സാധാരണ ഗൂഗിൾ ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പോയിട്ട് അവിടെ ഒരു ഫീഡ്ബാക്ക് ഫോം പോലെ, അതായത് ക്വസ്റ്റ്യനായിട്ട് അവിടെ ഒരു ടൈറ്റിൽ കൊടുക്കുക. ആ ടൈറ്റിലായിരിക്കും നമ്മളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ടൈറ്റിലായിട്ട് വരിക. അതുപോലെ പാർട്ടിസിപ്പൻറ്റിൻ്റെ പേര്, അവരുടെ ഡെസിഗ്നേഷൻ, എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽസ് നമ്മളുടെ സർട്ടിഫിക്കറ്റിൽ വരേണ്ടത് അത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ, അതായത് സാധാരണ ഗൂഗിൾ ഫോമിൽ നമ്മൾ കൊടുക്കുന്ന പോലെ ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് വരാൻ പാകത്തിന് നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, ഫുൾ നെയിം എന്ന് കൊടുത്തിട്ട് നമ്മൾ അവിടെ ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അത് റിക്വയർഡ് എന്ന് പറയുന്നത് എപ്പോഴും സെലക്ട് ചെയ്തിരിക്കണം, കമ്പൽസറി എന്ന് പറയുന്ന ഓപ്ഷൻ വരാൻ പാകത്തിന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ലിങ്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവരത് ഫില്ല് ചെയ്ത് അയക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മളൊരു ക്വിസ് ഷോ ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നു. മറ്റേതിൽ ഫീഡ്ബാക്ക് എന്ന രീതിയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ യഥാർത്ഥ ക്വിസിൽ പങ്കെടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഇത് വെബിനാറിനാണെങ്കിലും അത് ഈ ഫീഡ്ബാക്ക് ഫോം രൂപത്തിലേക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു ക്വിസ് ഷോ നടത്തുന്നതും അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അവിടെ വലത് സൈഡിലായിട്ട് നമുക്കൊരു 3 ഡോട്ട്സ് കാണാം. നമ്മളുടെ പ്രൊഫൈൽ പിക്കിൻ്റെ അടുത്തായിട്ട് ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആഡ് ഓൺസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ കുറച്ച് താഴേക്ക് നീക്കുക. അപ്പോൾ അവിടെ ആഡ് ഓൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ആഡ് ഓൺ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനൊരു വിൻഡോ വരും. ഇങ്ങനെ വിൻഡോ വരുന്ന സമയത്ത് ഈ മുകളിലായിട്ട് G Suite മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നിടത്ത് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മളവിടെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം അവിടെ certify'em എന്ന് പറയുന്ന വേർഡ് ടൈപ്പ് ചെയ്യുക. certify'em അത് സെർച്ച് കൊടുത്തു കഴിയുമ്പോഴേക്ക് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരും. ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക്
ഇൻസ്റ്റോൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. നമ്മളിത് ഇൻസ്റ്റോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അൺഇൻസ്റ്റോൾ എന്നായിരിക്കും കിടക്കുക. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റോൾ എന്ന് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഇൻസ്റ്റോൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി അവിടെ വരും. അപ്പോൾ അതിൽ നിന്ന് നമ്മളുടെ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വരും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് അലൗ എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുക. അതായത് നമ്മളുടെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്തെല്ലാം ഇത് ഈ പർട്ടിക്കുലർ certify'em എന്ന് പറയുന്നത് ആക്സസ് ചെയ്യും എന്നുള്ളതാണ്. അത് മുഴുവനൊക്കെ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് അലോ കൊടുക്കണോ വേണ്ടോ എന്നൊരു സംശയവും പേടിയൊക്കെ തോന്നാം. എന്തായാലും നമുക്ക് ഈ പറഞ്ഞ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ അലോ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അലോ കൊടുക്കുക. അലോ കൊടുത്തു കഴിയുമ്പോഴേക്കും ഈ certify'em എന്ന് പറയുന്ന ആഡ് ഓൺ നമ്മളുടെ ഈ ഗൂഗിൾ ഫോമിലേക്ക് ഇൻസ്റ്റാളായി കഴിയും. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്യുക. തൊട്ട് മുകളിൽ കാണുന്ന ഇൻറ്റു മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഈ വിൻഡോ ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മളുടെ പഴയ ക്വസ്റ്റ്യൻ ഗൂഗിൾ ഫോമിൽ കിടക്കുന്നത് കാണാൻ പറ്റും. അവിടെ മുകളിലായിട്ട് ഒരു ആഡ് ഓണിൻ്റെ സിമ്പൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഏറ്റവും മുകളിൽ പേജിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു അരമാർക്ക് പോലത്തെ ഒരു ആഡ് ഓണിൻ്റെ സിമ്പൽ നമുക്ക് കാണാൻ പറ്റും. ആ ആഡ് ഓണിൻ്റെ സിമ്പലിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇപ്പോൾ certify'em എന്ന് പറഞ്ഞ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് certify'em എന്നുണ്ടാവും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഷോ certify'em കൺട്രോൾസ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതാ നമ്മുടെ മുന്നിലേക്ക് സൈഡിലായിട്ട് certify'emൻ്റെ ഒരു വിൻഡോ ലോഡായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്തേക്കുക. ആ പേജിൻ്റെ താഴെ കൺഫേം എന്നുള്ളത് കൊടുക്കുക. ആ കൺഫേം കൊടുത്തു കഴിയുമ്പോൾ certify'emൻ്റെ ഓപ്ഷൻസ് എല്ലാമായിട്ടൊരു വിൻഡോയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് ആ വിൻഡോ കൺഫേം കൊടുത്തു കഴിയുമ്പോൾ വരുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഓഫായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ടേൺ ഓൺ കൊടുക്കുക. അതായത് certify'em എന്നുള്ളത് ഓഫായി കിടക്കുമായിരിക്കും. അത് നമ്മൾ ടേൺ ഓൺ കൊടുക്കുക. ദെൻ അതിൻ്റെ താഴേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ മൂന്നാമതൊരു ഓപ്ഷൻ കിടക്കുന്നതാണ്. അതായത് ഏത് പെർസെൻറ്റേജിലാണ്, എത്ര പെർസെൻറ്റേജ് ഓഫ് മാർക്സിലാണ് ഇത് പാസ്സാക്കേണ്ടത്. അതായത് ഈ സർട്ടിഫിക്കറ്റ് ആർക്കാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു 60% മാർക്കിൽ കൂടുതൽ കിട്ടുന്ന എല്ലാവരെയും പാസ്സാക്കുകയോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കൊടുക്കുകയോ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ ചെയ്യുകയാണ് നമ്മൾ തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 60% എന്ന് സെലക്ട് ചെയ്യുക. ഇത് നമ്മളൊരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റാണ്. അതായത് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് 0 എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഒരു 60 എന്ന് പറയുന്നതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഏത് ഡിസൈനിൽ വേണം എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഇപ്പോൾ നമ്മൾ ഗോൾഡൻ എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഡിസൈൻസ് ഇങ്ങനെ കാണാൻ പറ്റും. ഹൊറിസോണ്ടൽ ലൈൻസ്, റെഡ് റിബൺ, സിഗ്സാഗ് എന്ന് പറഞ്ഞ് ഓപ്ഷൻസ് നമുക്ക് താഴേക്ക് കാണാൻ പറ്റും. പക്ഷേ അതിനകത്ത് നമുക്ക് അത് എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അത് കാണാനായിട്ട് നമുക്ക് പ്രിവ്യൂ ഓൾ എന്ന് പറഞ്ഞ് തൊട്ട് താഴെ കിടക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റായിട്ട് വരുന്ന കുറച്ച് ഡിസൈൻസ് ഉണ്ട്. ആ ഡിസൈൻസ് നമുക്കിതാ ഈ രൂപത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഏത് വേണം എന്ന് നമുക്ക് തീരുമാനിക്കാം. താഴേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഡിസൈൻസ് ഏതൊക്കെയാണോ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് താഴേക്ക് പോയി നോക്കാം. ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇതിലേത് നമുക്ക് വേണം, ഇതിലേതെങ്കിലും ഡിസൈൻ മതി നമുക്കെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്, ഈ ബ്ലൂ കളറിലുള്ളത്. അപ്പോൾ അതിൻ്റെ പേര് ട്രോഫി എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ പേര് മാത്രം നോക്കി വയ്ക്കുക. പേര് നോക്കി വെച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ തിരിച്ച് ആദ്യത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പേജിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇവിടെ തിരിച്ചു പോയി കഴിയുമ്പോൾ നമുക്കിവിടെ വീണ്ടും ടെംപ്ലേറ്റ് എന്നുള്ളതിൻ്റെ നേരെ ഗോൾഡൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കണ്ട പേര് ട്രോഫി എന്ന് പറയുന്നത് കിടക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ അത് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് ഏറ്റവും താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഒന്ന് സെലക്ട് ചെയ്യുക. അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ സ്ക്രീനാണ് വരിക. എക്സാം ഓപ്ഷൻസ് എന്ന് പറഞ്ഞാണ് മെസ്സേജ് ഷോൺ അപ്പോൺ സബ്മിഷൻ. അതായത് ഒരാൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് മെസ്സേജ് കാണിക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് അവിടെ ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് താങ്ക് യു ഫോർ യുവർ സബ്മിഷൻ, ഇഫ് യു പാസ്ഡ് യു വിൽ റിസീവ് എ പ്രിൻറ്റബിൾ സർട്ടിഫിക്കറ്റ് ഷോർട്ട്ലി. അതതിൻ്റെ ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്ന മെസ്സേജാണ്. ഇതുപോലെ ഒരു റെസ്പോണ്ടൻറ്റ് ആൻസർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് മെസ്സേജ് അവിടെ കാണണം എന്നുള്ളതാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അത് കഴിഞ്ഞ് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നെയിം ഓഫ് സെൻഡർ. നമ്മൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ അയക്കുന്നത് മെയിലായിട്ടാണ്, ഇമെയിലായിട്ടാണ്. അപ്പോൾ അയക്കുന്ന ആളുടെ പേര്, സെൻഡർ എന്ത് വരണം, സെൻറ്ററിൻ്റെ പേരെന്ത് വരണം. അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ പേരിലേക്കാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇമെയിൽ സെൻറ്റർ എന്ന് പറയുന്നിടത്ത് നമുക്ക് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ റിസീവ് ചെയ്യുന്ന ആൾക്കാർ സ്ഥാപനത്തിൻ്റെ പേരായിട്ടായിരിക്കും മെയിൽ കിട്ടുക. അപ്പോൾ അത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ അത് കൊടുക്കാൻ പറ്റും. അതുപോലെ തൊട്ട് താഴെ സബ്ജക്റ്റ് ഓഫ് ഇമെയിൽ, നമ്മൾ അയക്കുന്ന ഇമെയിലിൻ്റെ സബ്ജക്റ്റ് എന്ത് വേണം അത് നമുക്ക് വേണമെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കണ്ടൻറ്റ് ഓഫ് ബോഡി, ഇമെയിൽ അയക്കുന്ന സമയത്ത് ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ടായിരിക്കും നമ്മളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ്, ഒരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് ഒരു കവർ ലെറ്റർ പോലെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ താഴേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സെൻഡ് ആസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് PDF ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിട്ടോ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ PDF വേണം, ഇമേജ് വേണം എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കതിനകത്ത് PDF, നോർമലി പ്രിൻ്റൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി കിട്ടാനായിട്ട് നമുക്ക് PDF എന്ന് പറയുന്നത് കൊടുക്കുകയാണ് നല്ലത്. PDF എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിത് അയച്ചു കൊടുക്കാൻ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് ഇമെയിൽ വഴി, 2 ഗൂഗിൾ ഡ്രൈവ് വഴിയാണ്. അപ്പോൾ അവരുടെ ഡ്രൈവിലേക്ക് ഡയറക്റ്റ് ചെല്ലുകയുള്ളൂ, ഇമെയിലായിട്ട് ചെല്ലില്ല. അപ്പോൾ നമുക്കത് ഇമെയിലായിട്ട് അയക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതേപോലെ ഈ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഈ വിൻഡോയിൽ നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നത് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് നമ്മുടെ ഗൂഗിൾ ഫോമിലേക്ക് വരാം. ഗൂഗിൾ ഫോമിലേക്ക് ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്താനുണ്ടെങ്കിൽ വരുത്താം. അതുപോലെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ certify'em എന്ന് പറയുന്നത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ടേൺ ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫോമിൻ്റെ മുകളിലായിട്ട് ടൈറ്റിലിൻ്റെ താഴെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പൽസറി ആയിട്ടൊരു ഓപ്ഷനായിട്ട് വരും. അപ്പോൾ നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനൊരു ടൈറ്റിലായിട്ട്, അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിനൊരു ടൈറ്റിൽ വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ SP ജംഗ്ഷൻ ഓൺലൈൻ ക്വിസ് എന്ന് പറയുന്നൊരു ടൈറ്റിലാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ടൈറ്റിലിൻ്റെ തൊട്ട് താഴെ ഇമെയിൽ അഡ്രസ്സ്, ഇത് നമ്മളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതല്ല. certify'em എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് വരും. കാരണം നമുക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമെയിൽ വഴിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അത് നമ്മൾ ക്വസ്റ്റ്യൻ അയക്കുന്ന ആൾക്കുള്ളതല്ല, റിസീവ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഒരു പുതിയ ക്വസ്റ്റ്യനായിട്ട് ഫുൾ നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം. അതായത് ആ ഓപ്ഷൻ റീഡ് ചെയ്തിട്ടാണ് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് വെറുതെ നെയിം എന്നൊന്നും കൊടുത്താൽ പോരാ, ഫുൾ നെയിം എന്ന് തന്നെ കൊടുക്കണം. അതായത് ഒരു ക്വസ്റ്റ്യൻ വിൻഡോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ പ്ലസ് ചിഹ്നത്തിൽ കൊടുത്ത്, പുതിയ ക്വസ്റ്റ്യൻ കൊടുക്കുന്ന പോലെ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഫുൾ നെയിം എന്ന് കൊടുത്ത് ഷോർട്ട് ആൻസർ എന്നുള്ള ഓപ്ഷന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. ഫുൾ നെയിം, അത് വേറൊന്നും ആകാൻ പാടില്ല, അതിൻ്റെ സ്പെല്ലിങ്ങിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. കാരണം ഇത് ഓട്ടോമാറ്റിക്കലി ഇത് റീഡ് ചെയ്തിട്ടാണ് ഗൂഗിൾ ഫോം certify'em വഴി നമ്മുടെ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഫുൾ നെയിം എന്ന് കൃത്യമായി കൊടുക്കുകയും അതിൻ്റെ താഴെ റിക്വയർഡ് എന്ന് പറയുന്നത് ഓഫായി കിടക്കുമായിരിക്കും, അത് ഓൺ ചെയ്യുക. അതായത് നിർബന്ധമായും ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്, അത് ഓൺ ചെയ്യുക കൂടി ചെയ്യുക. ഇതേപോലെ ഈ സർട്ടിഫിക്കറ്റിൽ നമുക്ക് പേര് കൂടാണ്ട് മറ്റെന്തെല്ലാം ഡീറ്റെയിൽസ് ആണോ വേണ്ടത് അതെല്ലാം ഓരോ സെപ്പറേറ്റ് ക്വസ്റ്റ്യനായിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് റിസീവറിന്, റെസ്പോണ്ടൻറ്റിന് അതിൻ്റെ ആൻസർ ഫില്ല് ചെയ്ത് നമുക്ക് തിരിച്ചയക്കാവുന്ന രീതിയിൽ ഫുൾ നെയിം എന്ന് കൊടുത്തതുപോലെ തന്നെ അടുത്ത ഇതിൽ അവരുടെ എന്തെങ്കിലും പോസ്റ്റിലിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഒരു ഇന്ന പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് അഡ്രസ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് നമ്മുടെ റിസീവർ, റെസ്പോണ്ടൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ അത് ഒരുപാടാകാതെ ആവശ്യത്തിനുള്ളത് മാത്രം ഉൾപ്പെടുത്തി സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് മാത്രമായിട്ട് സെപ്പറേറ്റ് ക്വസ്റ്റ്യനായിട്ട് ഇവിടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെയിനായിട്ടുള്ള വർക്കുകളൊക്കെ ഒരു വിധം കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ നമുക്കിനി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏത് രൂപത്തിലുള്ളൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവർക്ക് കിട്ടുക എന്ന് നമുക്കൊരു സംശയം ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട്, അത് നമുക്കൊന്ന് കണ്ട് ബോധ്യപ്പെടാനായിട്ട് ഇവിടെ ഈ ക്ലാരിഫിക്കേഷൻ ഈസ് ഓൺ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേറ്റസിൻ്റെ കാണുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ലിങ്ക് ടു എക്സാം എന്ന് പറയുന്നത് കാണാൻ പറ്റും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഈ ഫീഡ്ബാക്ക് ഫോം അല്ലെങ്കിൽ ഈ ക്വിസ്
നമുക്ക് ഒരു റെസ്പോണ്ടൻ്റ് ആയിട്ട് നമുക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു പരീക്ഷയാണെങ്കിൽ, ക്വിസ് ആണെങ്കിൽ, ഫീഡ്ബാക്ക് ആണെങ്കിൽ എന്താണോ അത് നമുക്ക് റിസീവ് ചെയ്യുന്ന ആളുടെ ആംഗിളിൽ നിന്ന് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഫുൾ നമ്മളൊന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ അത് ശരിയും തെറ്റും ഒക്കെയുള്ള ആൻസറുകളൊക്കെ മിക്സ് ചെയ്തിട്ട് ക്വിസ് ആണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ ഫീഡ്ബാക്ക് ഫോം ആണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് മാത്രം കറക്റ്റായിട്ട് കൊടുത്ത് ഈ ഫോം ഫില്ല് ചെയ്ത് അവസാനം നമ്മൾ സാധാരണ ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യുന്ന പോലെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് കിട്ടാൻ പോണത് എന്നൊന്ന് നോക്കണ്ടേ. ഇമെയിൽ ID കൊടുത്തു, ഫുൾ നെയിം, എൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഡെസിഗ്നേഷൻ, ബാക്കി നമുക്ക് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഒരു നല്ല സർട്ടിഫിക്കറ്റ് കിട്ടുമോ ആവും. ലെറ്റ്സ് സീ. ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ വ്യൂ സ്കോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് അവിടെ വേണമെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഇമെയിൽ ID എടുക്കുക. അപ്പോൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ തന്നെ അതിൻ്റെ സാമ്പിൾ ചെയ്തതാണ്. അപ്പം നമ്മളുടെ ഇമെയിൽ ID തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കാണാനായിട്ട് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിൽ കയറുക. അങ്ങനെ ഇമെയിൽ IDയിൽ കയറുന്ന സമയത്ത് അവിടെ നമ്മളുടെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. യുവർ സർട്ടിഫിക്കറ്റ് ഈസ് ഹിയർ ഫോർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ താങ്ക് യു. അപ്പോൾ ഇവിടെ സർട്ടിഫിക്കറ്റിൻ്റെ പടം കാണുന്നുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഡൗൺലോഡിങ് ഫയൽ, യെസ്, നമുക്ക് ഓഫീസ് വഴി ജസ്റ്റ് വൺസ്. ഓക്കെ, ഓപ്പൺ ആയി. കൊള്ളാം. ദിസ് certificate declares that Shanpei has completed SP Junction online quiz. ഇത് നമ്മളവിടെ കൊടുത്ത ടൈറ്റിലാണ്. അതിൻ്റെ ഡേറ്റ് വരും. ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. അപ്പോൾ ഈ രൂപത്തിലാണ് സർട്ടിഫിക്കറ്റ് വരുന്നത്. സക്സസ്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് സിമ്പിളായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു പോയി നമ്മളവിടെ കണ്ട ആ ടെംപ്ലേറ്റ് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ടെംപ്ലേറ്റിലേക്ക് നമുക്ക് ഈ സർട്ടിഫിക്കറ്റിനെ മാറ്റാൻ പറ്റും. അതുപോലെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആർക്ക് വേണമെങ്കിലും ഇതിനെ ഡൗൺലോഡ് ചെയ്യുകയും ഇതിൻ്റെ കളർ പ്രിൻ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അതേ രൂപത്തിൽ നമ്മളുടെ ഫയലിൽ എടുത്തു വയ്ക്കുകയും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത്, നമുക്ക് എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കാണിക്കാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ കണ്ട പോലെയാണ് നമുക്ക് സിമ്പിളായിട്ടൊരു ഗൂഗിൾ ഫോം ഉപയോഗിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റിനെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഹെഡൊക്കെ കൊടുത്ത് നമ്മളുടെ ഒരു സിഗ്നേച്ചറൊക്കെ കൊടുത്ത് ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എപ്പോഴും ഈ സർട്ടിഫിക്കറ്റിന് ഒരു നാച്ചുറാലിറ്റി, ഒരു ഒറിജിനാലിറ്റി വരുത്താനും കുറച്ചും കൂടി ഒരു നല്ല ലുക്ക് വരുത്താനും നല്ലത്. അപ്പോൾ അത് കുറച്ചും കൂടി അപ്പുറത്തേക്കുള്ള ഒരു പഠനമാണ്. അത് നമ്മുടെ SP ജംഗ്ഷൻ്റെ മറ്റൊരു എപ്പിസോഡാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ കണ്ട വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, നല്ലതോ ചീത്തയോ ആയിട്ടുള്ളതുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് അത് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ SP ജംഗ്ഷൻ എന്ന ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കണും കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഓരോ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ പറന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊള്ളും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം SP ജംഗ്ഷൻ. താങ്ക് യു.